ഹായ്, ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ പപ്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് ഫേഡാകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വലിയ ചിക്കൻ ബ്രസ്റ്റ് പീസാണ്. അതിനെ ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ കൂടെ ചേർത്ത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി അതിൻ്റെ കളറൊക്കെ മാറുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു അര കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ക്യാപ്സിക്കം ഒന്ന് കുക്കാവാൻ തുടങ്ങുമ്പോഴേക്കും ഞാനിതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഈ പപ്സിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്ട്രി ഷീറ്റിൽ ഇത് റോൾ ചെയ്തെടുക്കാം. പഫ് പേസ്ട്രി ഷീറ്റ്സ് ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പഫ് പേസ്ട്രി ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനെ ഒന്നൊരു സ്ക്വയർ ഷേപ്പിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് അതിനകത്ത് വെക്കാം. ഇവിടെ ഞാൻ ഈ ഫില്ലിങ്ങിനോടൊപ്പം ഒരല്പം ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിനെ ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എയർ ഫ്രയറിലേക്ക് പേപ്പർ ലൈനേഴ്സ് ഇട്ടതിന് ശേഷം ഈ പേസ്റ്റ് അതിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് എഗ് വാഷ് ചെയ്യുക. അതായത് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിനെ ഈ ഒരു പേസ്റ്റിയുടെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാനിവിടെ ഒരല്പം സെസമി സീഡ്സ് കൂടെ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് എയർ ഫ്രയറിൻ്റെ ടെമ്പറേച്ചർ 180 ഡിഗ്രീസിൽ സെറ്റ് ചെയ്യുക. അതേപോലെ ടൈമർ ഒരു 14 മിനിറ്റ്സ് സെറ്റ് ചെയ്യാം. ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ ആദ്യം തുറന്ന് നോക്കുക. എന്നിട്ട് പിന്നെയും ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്യുക. അങ്ങനെ ടോട്ടൽ ഒരു 14 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് റെഡി ആയിട്ടുണ്ടാവും.